What is he? தெரியல சார். அவங்க வீட்டு பக்கத்துலலாம் விசாரிச்சோம். அந்த ஆள் என்ன பண்ணுறாருன்னு யாருக்கும் தெரியல. That means you have something to hide. Everybody has something to hide, Mr. SP. எல்லா இடத்தையும் தேடி பாருங்க. அவன் ஃப்ரெண்ட்ஸை பற்றி ஃபேமிலியை பற்றி ஏதாவது ഡീറ്റെയിൽസ് இருக்கான்னு பாருங்க. പ്രായം എന്തായെന്ന് അപ്പായ്ക്ക് സ്വന്തമായിട്ട് വല്ല ധാരണയുണ്ട്. ആൻസൺ, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ഓണക്കാലമാണ്, ഓണത്തിൻ്റെ സന്തോഷമായി ആൻസണ് എന്തായാലും ഊഴവും കൂടിയുണ്ട് ഇത്തവണ ഓണത്തിന്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ? കൊടുമുടിയിൽ നിൽക്കുകയാണോ? വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഓണക്കാലത്തിന് ഊഴം എന്ന് പറഞ്ഞ സിനിമ റിലീസാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളിലാണ്. ഊഴത്തിനോടൊപ്പം തന്നെ ഒരുപാട് നല്ല ചിത്രങ്ങളും റിലീസാവുന്നുണ്ട്. തീർച്ചയായും ആൻസണ് കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സ്വാർത്ഥം എന്ന് പറയാം, എൻ്റെ സിനിമ കൂടുതൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ഊഴത്തിൽ അങ്ങനെ തന്നെയാണോ? എല്ലാവരെയും കടത്തിവെട്ടാനുള്ള വിഭവങ്ങൾ ഊഴത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഊഴം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിട്ട് തന്നെയായിരിക്കും വരുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഒരു വിഷ്വലി ഒരു ട്രീറ്റ് ആയിരിക്കും. ഈ ഓണക്കാലത്തിന് എല്ലാവർക്കും വിഷ്വലി ഒരു നല്ലൊരു ട്രീറ്റ് ഉള്ളൊരു സിനിമയാണ് ഊഴം. ജിത്തു ജോസഫ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സിനിമ ഒരു വമ്പൻ ചിത്രമായിരിക്കും, ഒരു മനോഹര ചിത്രമായിരിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ദൃശ്യവും മെമ്മറീസും ഒക്കെ കണ്ട പ്രേക്ഷകർ ഊഴത്തെയും പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് സ്വന്തം റോളിനെ വിലയിരുത്തുന്നത് സിനിമയിൽ? ജിത്തു ജോസഫ് സാറിൻ്റെ സിനിമയിൽ എനിക്കൊരു വലിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൃശ്യത്തിൻ്റെ തമിഴ് സിനിമ, തമിഴിൻ്റെ റീമേക്കിൽ പാപനാശത്തിനകത്ത് ഒരു റോളിന് വേണ്ടിയിട്ട് ജിത്തുവേട്ടൻ്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ റോള് കാസ്റ്റായിപ്പോയി. അപ്പോൾ അത് ഇത്രയും നല്ലൊരു റോൾ ഊഴത്തിൽ എനിക്ക് കിട്ടും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു ജിത്തുവേട്ടൻ. ആ ഒരു നല്ലൊരു റോൾ, എഡ്വേർഡ് മാർക്കസ് എന്ന് പറയുന്ന ഒരു റോൾ ഊഴത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻസൺ, സുധീവാത്മീകത്തിൽ നന്മ നിറഞ്ഞൊരു സ്കൂൾ മാനേജറുടെ വേഷമാണ്. ബാക്കിയുള്ളവരെല്ലാം കൃത്യമായി കണക്കിലെടുക്കുന്ന, അവരുടെ നല്ല വശങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു മാനേജർ. പക്ഷേ ഊഴത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ അല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും സിനിമയുടെ ഒരു സസ്പെൻസ് വെച്ചിട്ട് ആൻസന് കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്നറിയാം. എങ്കിൽ പോലും എങ്ങനെയാണ് കഥാപാത്രം? ഞാൻ വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ് ഭാഗ്യം ദൈവത്തിൻ്റെ കൃപ കാരണം എനിക്ക് കിട്ടിയത്. ബിക്കോസ് സുധീവാത്മീകത്തിൽ വിജയ് ബാബു എന്ന് പറയുന്ന റോള് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള റോളാണ്. ഇതിൽ ഊഴത്തിൽ എഡ്വേർഡ് മാർക്കസ് എന്ന് പറയുന്ന റോള് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയുള്ള ഒരു ഗ്രേ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു റോളാണ്. എന്തായാലും അതൊരു അത്തരം സിനിമകളുടെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് വരുന്ന താരങ്ങൾക്ക് ആ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ആൻസർ, തീർച്ചയായും അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. നാളെ ആ സസ്പെൻസ് കാണാതെ തന്നെ, പൊട്ടാതെ തന്നെ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. എന്തായാലും നമുക്ക് സിനിമയുടെ മറ്റു വശങ്ങളെക്കുറിച്ച് പറയാം. കുറച്ചുകൂടി ജിത്തുവിൻ്റെ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു സ്റ്റൈലൈസ്ഡ് പിക്ചറൈസേഷനാണ് ഈ സിനിമയ്ക്കെന്ന് ട്രെയിലറും ടീസറും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. അത് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആ ഒരു മൊത്തത്തിലൊരു കുറച്ചും കൂടി ഒരു മാറ്റം വരുത്തുന്ന ഫീൽ എങ്ങനെയാണ് ജിത്തു ജോസഫ് എന്ന സംവിധായകനിൽ നിന്നുണ്ടായത്? താരങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ബോളിവുഡ് സ്റ്റൈലൊക്കെ ഫീൽ ചെയ്തോ ഷൂട്ടിംഗ് സമയത്ത്? തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഒരുപാട് ലൊക്കേഷനുകൾ നമ്മൾ കടന്നു പോയിട്ടുള്ളൊരു ചിത്രമാണ്. ഹൈദരാബാദുണ്ട്, കോയമ്പത്തൂരുണ്ട്, ചെന്നൈയുണ്ട്, അങ്ങനെ ഒരുപാട് ലൊക്കേഷനുകളിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ലൊക്കേഷനുകളിലായിരുന്നു ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണെങ്കിലും ഒരുപാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര ഒരു ഇൻപുട്ടാണ്. ഒരു മലയാളം സിനിമയ്ക്ക് ഇത്ര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മളൊരു സിനിമ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത്രയും നല്ലൊരു കഴമ്പുള്ളൊരു സിനിമയായിട്ട് തന്നെ പുറത്തിറക്കാനാണ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ആണെങ്കിലും ലിൻഡ ജിത്തു ജോസഫാണ് പുള്ളിക്കാരിയാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി നല്ല രസമായിട്ട് എല്ലാവർക്കും നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയായിട്ടുള്ളൊരു വിഷ്വൽ ഭംഗിയാണ് കാണാൻ എല്ലാവർക്കും.
ഒരു മികച്ച താരനിര തന്നെയുണ്ട് സിനിമയിൽ. എങ്ങനെയായിരുന്നു അവർക്കൊപ്പമുള്ള എക്സ്പീരിയൻസ്, ബാലചന്ദ്രൻ മേനോൻ അടക്കമുള്ള താരങ്ങൾ? തീർച്ചയായിട്ടും ഒരു വലിയൊരു നിര തന്നെ ഉണ്ടെന്ന് പറയാം. തീർച്ചയായിട്ടും ഊഴം എന്ന് പറഞ്ഞ ചിത്രത്തിനകത്ത്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഇപ്പോഴത്തെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ സ്റ്റാറുകളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതും അവരുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതും എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആൻസൺ, സിനിമ പറയുന്നത് തീർച്ചയായും കുടുംബ ബന്ധങ്ങളുടെ കഥ, ഒപ്പം തന്നെ ഒരു വലിയ പകവീട്ടൽ തന്നെയാണ് സിനിമയുടെ പ്രധാന വശം. അതാണ് സിനിമയെ ഒരു ആക്ഷൻ ത്രില്ലർ കൂടിയാക്കി മാറ്റുക എന്ന് വ്യക്തമാണ്. കൃത്യമായി ആക്ഷൻ കൈകാര്യം ചെയ്യാനുള്ള അവസരം ആൻസന് കിട്ടിയോ? തീർച്ചയായിട്ടും ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണ്. ഇത് എങ്ങനെയാണ് ഈ സിനിമയിൽ റിവെഞ്ച് എടുക്കുന്നത്, ഇതിലത്തെ മെയിൻ ക്യാരക്ടർ ലീഡായിട്ട് ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ പുള്ളിക്കാരൻ എങ്ങനെ റിവെഞ്ച് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്തുള്ളൊരു ഏറ്റവും വലിയൊരു എലമെൻറ്റ്. സോ അതൊരു ആക്ഷൻ ബേസ്ഡ് സ്റ്റോറിയാണ്. അത് എങ്ങനെ ഒരു ആക്ഷൻ ആകുന്നു എന്നുള്ളതാണ് നമ്മൾ നാളെ എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആവലോടെ കാത്തിരിക്കുവാണ് കാണാൻ. അല്ല, ആക്ഷൻ രംഗങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടി ആൻസന് കിട്ടിയോ? അതെ, തീർച്ചയായിട്ടും ആക്ഷൻ രംഗങ്ങളിൽ ഞാനൊരു ഭാഗമാണ്. യെസ്, അത്രയാണ് പറയാൻ പറ്റുള്ളൂ. കാരണം പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ആൻസൺ തമിഴിലുമൊക്കെ സജീവമായി തുടങ്ങുന്നു, അവസരങ്ങൾ കിട്ടി വരുന്നു. ഏതൊക്കെയാണ് തമിഴിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന സിനിമകൾ? തമിഴ് റെമോ എന്ന് പറഞ്ഞ ചിത്രമാണ് ഇപ്പോൾ അടുത്ത മാസം ഒക്ടോബറിൽ റിലീസാവാൻ പോകുന്നത്. ശിവകാർത്തികേയൻ. അത് ശിവകാർത്തികേയൻ, കീർത്തി സുരേഷ് ഇവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തേക്കുന്നത്. ഞാനും അതിനകത്തൊരു ഏറ്റവും വലിയൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് ഭാഗ്യരാജ് കണ്ണൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. PC ശ്രീറാം സാറാണ് DOP ചെയ്തിരിക്കുന്നത്. അനിരുദ്ധിൻ്റെ മ്യൂസിക് 2 ദിവസം മുമ്പാണ് അത് ഓഡിയോ ലോഞ്ച് ആയത്. പൊതുവെ നല്ലൊരു ഓണക്കാലമാണ് അല്ലേ ആൻസൺ? തീർച്ചയായിട്ടും ഇത് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ഈ വർഷത്തിൽ ഫിലിം കരിയറിൽ ഏറ്റവും വലിയൊരു ഓണക്കാലമാണത്. അപ്പോൾ ഓണത്തിന് ഒരു സിനിമ ഇറങ്ങുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. എന്തായാലും ഈ സിനിമയുടെ റിലീസ് തന്നെയാണ് ഓണ ദിനങ്ങളിലെ ആഘോഷം, അതോ മറ്റെന്തെങ്കിലും ആഘോഷങ്ങൾ കൂടിയുണ്ടോ? സിനിമയുടെ റിലീസ് തന്നെയാണ് ഓണത്തിൻ്റെ ആഘോഷം. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഓണാഘോഷം. അങ്ങനെ സത്യം പറയുവാണെങ്കിൽ ഓണത്തിൻ്റെ ഒരു ബമ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഊഴം എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് വിജയിപ്പിച്ചു തരണം. ആ ബമ്പർ അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ലക്ഷങ്ങളും കോടികൾക്കുമായിട്ട് അടിക്കട്ടെ. ഓണക്കാലം ഗംഭീരമാകട്ടെ, ഊഴവും ഗംഭീരമായി തന്നെ പോട്ടെ. ആൻസർ നല്ല കഥാപാത്രങ്ങളും ഇനി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. മോർണിംഗ് ഷോയിൽ അതിഥിയായതിന് ഒരിക്കൽ കൂടി ഓണാശംസകൾ. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഇതിനോടൊപ്പം എനിക്ക് മമ്മൂക്കയുടെ അടുത്ത് എൻ്റെ ഒരു വിനീതപൂർവ്വം ഉള്ളൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസും കൂടി ഞാൻ പറയുന്നു. വെരി ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക ഫ്രം ഊഴം ടീം. താങ്ക് യു വെരി മച്ച്.